I'm Rizla Rash. Welcome back to my YouTube channel. ഞാൻ വന്നിട്ടുള്ളത് നൈക്കിന്ന് കുറച്ച് പ്രൊഡക്ട്സ് പെർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അതില് സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് രണ്ടും കൂടെയാണ്. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അതില് ആൻഡ് ഓൾസോ എന്റെ ബ്രൈഡൽ യൂസിന് വേണ്ടിയിട്ടും കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ പ്രൊഡക്ട്സ് വരുന്നത്. ഞാൻ ഓൾറെഡി എല്ലാം അൺബോക്സ് ചെയ്തതാണ്. അപ്പോ ഏതൊക്കെയാ പ്രൊഡക്ട്സ് വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഒരു ഹെയർ കളറാണ്. ഇത് ആക്ച്വലി ഞാൻ എന്റെ ബ്രൈഡൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ. കാരണം ഞാൻ ഇതുപോലത്തെ ഷോർട്ട് കേൾസ് ചെയ്യാറില്ല. കണ്ടോ, വളരെ മിനി ഇതുപോലുള്ള കേൾസ് ആണ് റിസൾട്ട് വരിക. അപ്പൊ ഇതുപോലുള്ള കേൾസ് ഞാൻ ചെയ്യാറില്ല. അപ്പൊ എന്റെ ബ്രൈഡൽ യൂസിനാണ് ആക്ച്വലി ഞാനിത് വാങ്ങിയിട്ടുള്ളത്. എന്റെ അടുത്ത് എല്ലാ ടൈപ്പ് കേളേഴ്സും ഉണ്ട്. ഈ ഒരു MM വരുന്ന കളർ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ്. ആക്ച്വലി അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു ബ്രാൻഡിൽ ആദ്യമായിട്ട് വാങ്ങുക. എനിക്ക് ആക്ച്വലി ഒരു ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിയതാ. 2500 അത്രയ്ക്കേ ഉള്ളൂ ഇതിന്റെ ഒറിജിനൽ പ്രൈസ്. അതെനിക്ക് ഓഫറിൽ വന്നിട്ട് 1100 ആ ഒരു റേഞ്ചിലൊക്കെയാ കിട്ടിയത്. ഓക്കെ, ഒരു ടോങ് ആണ് ആക്ച്വലി അഗാരോ എന്ന് പറഞ്ഞിട്ട്. കണ്ടു, വളരെ മിനി സൈസിൽ വരുന്ന കുറഞ്ഞ ഉള്ള ഒരു കളറാണ്. ആക്ച്വലി മെസ്സി ഹെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു MM മാത്രം ആ കളർ ഇല്ലാത്ത. അപ്പൊ അതൊന്ന് റീസ്റ്റോക്ക് ചെയ്താണ്. ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ആക്ച്വലി ഇത് എനിക്ക് മസ്റ്റ് ഹാവ് ഒന്നല്ല, എന്നാലും ഒരു രസം. വലിയ യൂസ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സിലെല്ലാം അധികവും സ്കിൻ കെയറും മേക്കപ്പും പിന്നെ എന്റെ ബ്രൈഡൽ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള എല്ലാം കൂടെ ഉള്ള പ്രൊഡക്ട്സ് ആണ്. ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയാ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് കണ്ടോ, കഫൈന്റെ ഹൈഡ്രോജൽ അണ്ടർ ഐ പാച്ചസ് ആണ്. ഇത് ആക്ച്വലി പഫി ഐസും നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിനൊരു ബ്രൈറ്റ്നസ് ഒക്കെ വരാൻ യൂസ് ചെയ്യുന്ന ഒരു പാച്ചസ് ആണ് ആക്ച്വലി. ഇത് കുറെ ആയി ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഈ അടുത്താ വാങ്ങിച്ചത്. ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു? 799 കാണുന്നുണ്ടോ? ഇതാണ് ആക്ച്വലി പ്രൈസ് വരുന്നത്. യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വളരെ കണ്ടോ, വളരെ വാട്ടർ ഒക്കെ ഉണ്ട്. എനിക്ക് ചെരിച്ചിട്ട് കാണിച്ചു തരാൻ കഴിയൂല. നെക്സ്റ്റ് വൺ വരുന്നത് സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ. ഇത് എന്റെ രണ്ടാമത്തെ പെർച്ചേസ് ആണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ. ആക്ച്വലി എന്റെ സ്കിന്ന് നോർമൽ ആണെങ്കിലും ഇത് ആക്ച്വലി ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. ഞാൻ ബ്രൈഡൽ യൂസിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്റെ സെക്കൻഡ് പെർച്ചേസ് ആണ്. നല്ല മോയ്സ്ചറൈസർ ആട്ടോ. ആക്ച്വലി ഇത് വിന്ററിലൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാ. നെക്സ്റ്റ് വൺ വരുന്നത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗൈസ്. ഇത് ആക്ച്വലി നല്ല എക്സ്പെൻസീവ് ആയിട്ട് പ്രൊഡക്റ്റ്. നിയർലി ഒരു 5000 റുപ്പീസ് ഒക്കെ വരുന്ന ഒരു കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു കൺസീലറാ. നല്ല അടിപൊളി കൺസീലറാണ്. ഇത് ആർക്കും അങ്ങനെ മോശം പറയാനില്ല. അടിപൊളിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. മാക്കിന്റെ ആണ്. നിയർലി 5000 റുപ്പീസോളം വരുന്നുണ്ട്. ഇത് ആക്ച്വലി എന്റെ ബ്രൈഡൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയതാ. പിന്നെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഷിക് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷൈൻസർ ആണ്. ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ നയാസിനമൈഡ്, മാർബിറ്റിൻ, ഗ്ലൂട്ടാത്തയോൺ, വൈറ്റമിൻ സി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടോ, ഇതുപോലൊരു മിനി ബോട്ടിലാണ്. ഒരു വാട്ടർ ജെൽ ടൈപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ ഒരു കുറച്ചൊരു തിക്കായിട്ടുള്ള ഫോമിലുള്ള ഒരു സെറാണ്. നല്ല സ്മെല്ല് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. നെക്സ്റ്റ് സെറം വന്നിട്ട് കഫൈന്റെ ഫേസ് സെറാണ്. നേക്കഡ് ഡീടോക്സ് ഗ്രീൻ ടീ ഫേസ് സെറം എന്നാ പറയുന്നത്. 72 hours ഹൈഡ്രേഷൻ വെക്കുന്ന ഒരു സെറം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പെർച്ചേസ് ചെയ്തത്. ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇതും കഫൈന്റെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 625 ആണ്. അപ്പോ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പാക്കിന്റെ ഐബ്രോ ഡിഫൈനർ ആണ്.
ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പാക്കിന്റെ നല്ല അടിപൊളി ഐബ്രോ എൻഹാൻസർ ആണ്. ഞാനിത് ഒരുപാട് തവണ, ഇതെന്റെ 3rd പർച്ചേസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന ഒരു ഇതിന്റെ കൂടെ ഒരു സംഭവം കിട്ടും. ഓക്കെ, അപ്പോ ഇത് ഞാൻ എന്റെ ബ്രൈഡൽ യൂസിനും പേഴ്സണൽ യൂസിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാ. അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡ് ആണ്. ബെനഫിറ്റ് കോസ്മെറ്റിക്സിന്റെ ഹൂള ബ്രോൺസർ ആണ് ആക്ച്വലി. ഇത് അടിപൊളി ബ്രോൺസർ ആണ് കേട്ടോ. ഉണ്ടോ, ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മിനി സൈസ് ആട്ടോ വാങ്ങി. ആക്ച്വലി ഈ ഒരു സൈസിന് തന്നെ എത്ര 1890 രൂപയാ വരുന്നത്. ഇത്രയും കുഞ്ഞു മിനി സൈസ് കേട്ടോ. ഇതിന് ഇത് എത്ര ഗ്രാമിന്റെയാ? 2.5 ഗ്രാമിന്റെ ആണ് ആക്ച്വലി. ഇതിന്റെ 5 ഗ്രാമിന്റെ എങ്ങാണ്ട് ഉണ്ട്. ഇതിന് 3000 സംതിങ് ആ വരുന്നത്. ആക്ച്വലി ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന്റെ മിനി സൈസാ വാങ്ങിയേ. നല്ല അടിപൊളി ബ്രോൺസർ ആണ് കേട്ടോ. നല്ല അടിപൊളി റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇതിന്റെ പേഴ്സണൽ യൂസ് പ്ലസ് ബ്രൈഡൽ യൂസിന് എനിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്താ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള 2 ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലവേഴ്ത്തിന്റെ ആണ് ബ്രാൻഡ്. ലിക്വിഡ് മൗസ് എന്ന് പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് സ്വാച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടെന്ന് തോന്നുന്നു. അതില് 2 ഷെയ്ഡ്സാ ഞാൻ വാങ്ങിയേ. അതില് ഒന്ന് വരുന്നത് സ്പാനിഷ് കോഫി എന്നൊരു പറഞ്ഞിട്ടുള്ള ബ്രാൻഡാ. മറ്റൊന്ന് എക്സ്പ്രസോ മാർട്ടിനി. അതിൽ സ്പാനിഷ് കോഫി എന്റെ 2nd പർച്ചേസ് ആണ്, ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാ. ഇത് എക്സ്പ്രസോ മാർട്ടിനി ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഒരു കളറാ. ബ്രൈറ്റർ ആൻഡ് ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ല ഷെയ്ഡ് ആയിരിക്കും ഇതെന്നിട്ട് തോന്നുന്നു. എക്സ്പ്രസോ മാർട്ടിനി ആക്ച്വലി എനിക്ക് വാഷ് ഔട്ട് ആവുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാറില്ല. ഞാൻ എന്റെ ബ്രൈഡൽ യൂസിന് വേണ്ടിയിട്ടാ പിന്നെ യൂസ് ചെയ്യാം. അപ്പൊ നല്ല ഫെയർ സ്കിൻ ടോണിനൊക്കെ പറ്റിയ നല്ലൊരു ഷെയ്ഡ് എക്സ്പ്രസോ മാർട്ടിനി. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പിന്നെ വാങ്ങിയിട്ടുള്ള 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ഓക്കെ, പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല എക്സ്പെൻസീവ് പ്രൊഡക്റ്റാ. എസ്റ്റീ ലോഡറിന്റെ ഫൗണ്ടേഷൻ. ഓക്കെ, നിയർലി 5000 റുപ്പീസ് വരുന്നുണ്ട്. പക്ഷെ നല്ല അടിപൊളി ഫൗണ്ടേഷൻ ആണ്. നോർമൽ യൂസിന് പറ്റില്ല. കുറച്ചൊരു പാർട്ടി ഹെവി മേക്കപ്പും അതേപോലെ ബ്രൈഡൽ യൂസിനൊക്കെ പറ്റിയൊരു നല്ല ഫൗണ്ടേഷൻ. എസ്റ്റീ ലോഡറിന്റെ ഫൗണ്ടേഷൻ. എന്താ ഷെയ്ഡ് വരുന്നത് 4W1 ഹണി ബ്രോൺസ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാ. അത് ആക്ച്വലി എന്റെ സ്കിൻ ടോണിന് സ്യൂട്ട് അല്ല, കുറച്ചൊരു ഡാർക്കർ ആണ്. ബട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു മിനി സൈസും വന്നിട്ടുണ്ട്. ഇതും ആക്ച്വലി നല്ല റേറ്റ് വരുന്നുണ്ട്. 2500 റേഞ്ചിൽ ഇതിനും റേറ്റ് വരുന്നുണ്ട് കേട്ടോ. വളരെ കുഞ്ഞു മിനി സൈസ് ആണ്. 2500 റേഞ്ച് ഇതിനും ഉണ്ട് കേട്ടോ. സോ ഇത് രണ്ടുമാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വരുന്നത് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് സെറ്റാഫിൽ ക്ലെൻസർ ആണ്. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. നല്ല ഒരു അടിപൊളി ക്ലെൻസർ ആണ്. ഏറെക്കുറെ ഇറ്റ്സ് വെരി സ്യൂട്ടബിൾ ഫോർ ഡ്രൈ സ്കിൻകാർക്ക് ഭയങ്കര നല്ലതാണ്. എന്റെ ആക്ച്വലി നോർമൽ ടു ഓയിലി ആണ്, എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.